എൻ്റെ ഗാർഡനിലെ സുന്ദരിക്കുട്ടിനെ കണ്ട എന്തൊരു ഭംഗിയല്ലേ കാണാനായിട്ട്. നല്ല പച്ച കളറിലുള്ള ഇലകളുടെ ഇടയിൽ നല്ല പിങ്ക് കളറിലുള്ള ഒരു ബോള് പോലെ അല്ലേ, എന്തൊരു ഭംഗിയാണ് കാണാനായിട്ട്. ഇതാണ് ഈ ഈജിപ്ഷ്യൻ സ്റ്റാർ ക്ലസ്റ്റർ അല്ലെങ്കിൽ പെൻഡാസ് ഫ്ലവർ. നമ്മുടെ ചെത്തിപ്പൂവിനോട് സാമ്യമുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ്, പക്ഷേ ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവർ. നല്ല ഭംഗിയാണ് കാണാൻ. ഒരുപാട് പൂമുട്ടുകളുണ്ട്, നിറയെ ഉണ്ടാവാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോഴും ഇഷ്ടംപോലെ പൂക്കളുണ്ട് കേട്ടോ. എല്ലാ കാലത്തും പൂവിടും എന്നുള്ളത് ഒരു പ്രത്യേകതയാണേ. അപ്പോഴേ വെള്ളവും വെളിച്ചവും വളവും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് മൂപ്പര് പൂവിടുള്ളൂ കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രം. അതുപോലെ പ്രൂണിങ് മസ്റ്റായിട്ടും ചെയ്തുകൊണ്ടിരിക്കണം. ഇങ്ങനെ പ്രൂൺ ചെയ്തുകൊണ്ടിരിക്കുന്നതിനനുസരിച്ചാണ് അത് ബുഷിയായിട്ട് വന്നുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ എന്താ പറയാനുള്ളത്, നമുക്ക് ചട്ടിയിലും വെക്കാം, നിലത്തും വെക്കാം. വെള്ളം വാർച്ച നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അതുപോലെ ഓവറായിട്ട് വളം ചെന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇലകൾ കരിയാനൊക്കെ ആയിട്ട് തുടങ്ങും. ഞാനിതിന് NPK വളം, അതുപോലെ തന്നെ മുട്ടത്തൊണ്ട്, സവാളയുടെ തോല് ഒക്കെ ഉണക്കി പൊടിച്ചത് അതൊക്കെ കൊടുക്കാറുണ്ട്. ചാണകം പൊടി കൊടുക്കാറുണ്ട്. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇതിനെ കെയറിങ് കൊടുക്കുന്നത് കേട്ടോ. അതുപോലെ ഇതിൻ്റെ കൂമ്പ് തളിരിലകൾ നുള്ളി കൊടുക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡെഡ് ഹെഡിങ് ചെയ്യാറുണ്ട്. അതായത് വിരിഞ്ഞു കഴിഞ്ഞുള്ള പൂക്കൾ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. അതുപോലെ ഇതിൻ്റെ ഒരു ചെറിയ കമ്പ് വെച്ചിട്ടാണ് നമ്മൾ അടുത്ത ജനറേഷൻ ഉണ്ടാക്കാറുള്ളത്. ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് കേട്ടോ. നമ്മൾ ഇനി പ്രൂൺ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂമ്പ് തളിരല പോലും തളിർത്തണ്ട് പോലും മുളയ്ക്കാറുണ്ട് കേട്ടോ. നല്ല അധികം മഴയുള്ള സമയത്തല്ല, അപ്പോൾ ചിലപ്പോൾ പിടിക്കില്ല. വേനൽക്കാലങ്ങളിലൊക്കെ നമ്മൾ അങ്ങനെയുള്ള തണ്ട് പോലും തുടർച്ചയായിട്ടുള്ള ചെറിയ നന കൊടുത്ത് ഷെയ്ഡിലൊക്കെ വെച്ചിട്ട് നമുക്ക് അതിനെ മുളപ്പിച്ച് എടുക്കാവുന്നതാണ്. നല്ല ഭംഗിയിലെ കാണാനായിട്ട്. അതുപോലെ കീടനാശിനിയായിട്ട് വേപ്പെണ്ണയും ഷാമ്പും ചേർന്നിട്ടുള്ള മിശ്രിതമാണ് ഞാൻ പ്രയോഗിക്കാറുള്ളത്. അതുപോലെ കഴിഞ്ഞ തവണ എറണാകുളത്ത് ഇളയമയുടെ അടുത്ത് പോയപ്പോൾ അവിടുത്തെ നൈബർ എനിക്ക് ഇതിൻ്റെ 2 വെറൈറ്റി തന്നിട്ടുണ്ട്. ഒന്ന് വൈറ്റും പിന്നെ അതുപോലെ പർപ്പിൾ കളറുള്ളതും. ഓരോ കുഞ്ഞു കമ്പാണ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അതും നമ്മുടെ മണ്ണിൽ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇതാ മുട്ടൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ.